ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ നമ്മുടെ ഐസ്ക്രീം 8 ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ലാസ്റ്റത്തെ പാർട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ പോകാം. നമ്മൾ ഇപ്പോൾ ഗെയിം ലോഡാവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ട് സീനാണ് വരുന്നത്. നമ്മുടെ പേരൻ്റ്, നമ്മുടെ അമ്മയച്ഛനും ഈ നമ്മളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിനോട് ഒരു കേസ് കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരെയും കൂടെ കാണുന്നില്ല എന്നും പറയുന്നുണ്ട് ഇവിടെ. പിന്നെ എന്താ കാരണം, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ കൂട്ടുകാരന്മാർ. വേറെ കുറേ കുട്ടികളെ കാണുന്നില്ല എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഗൈസ് ഈ ആഴ്ച തന്നെ. അപ്പോൾ പോലീസ് പറയാണ് ഗൈസ് എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ പറയാണ് ഗൈസ്. ഓക്കെ, നമ്മളമ്മ പറയാണ് ഇതെന്ത് കഷ്ടം, ഹൊററാണ് അങ്ങനെയൊക്കെ പറയാണ്. ഓക്കെ ആ പോലീസ്മാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം പോലെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ അമ്മ പറയാണ് ഒരു ഐസ്ക്രീം മാനിൻ്റെ മെലഡി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമെന്ന് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം മാൻ ചിറക്കി ഇങ്ങനെ മൂളൊക്കെ ചെയ്യുമല്ലോ, ആ സൗണ്ട് അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ഐസ്ക്രീം ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. ആ ചാർലി നമ്മുടെ ഐസ്ക്രീം എന്നെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ ഡോറിനെ അങ്ങ് തള്ളി അങ്ങ് വച്ചിരിക്കുകയാണ്. നമ്മൾ ഡേ ആണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ പോവുകയാണ് ഗൈസ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള. ഓക്കെ, നമുക്കിത് ഉപയോഗിക്കണം എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരികയാണ് ഗൈസ്. നമ്മളിതൊക്കെ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അവിടെ എന്തോ കാണിച്ചു ഗൈസ്, ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു സടിയിലൊരു ലിഡ് ഉണ്ട് ഗൈസ്. എന്താണത്? ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂല. എന്താണ്? ഓക്കെ ഗൈസ്, ഇത് നമ്മൾ ആദ്യം ഒന്ന് സൈഡിലോട്ടങ്ങ് നീക്കി വെക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡോറ് തുറക്കുകയാണ് ഗൈസ്. ഇവിടെ വഴിയുണ്ടോ? ഓക്കെ, ഇവിടെ വഴിയുണ്ട് ഗൈസ്. നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. പക്ഷെ അത് ശരിക്കും ഒരു വെൻ്റാണ് ഗൈസ്. ഓക്കെ, നമ്മൾ പറയാണ് ഗൈസ് നമുക്ക് ഇവിടെ വഴിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ലിസ് പറയാണ് ഗൈസ് ലേഡീസാണ് ഫസ്റ്റ് എന്ന്. അത് നല്ലതല്ല. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം മാൻ ചവിട്ടി പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പാവം ഐസ്ക്രീം മാൻ ചമ്മിപ്പോയി. ഓക്കെ, ഐസ്ക്രീം മാൻ കണ്ട് ഗൈസ്. നമ്മൾ എസ്കേപ്പ് ആയത് ഐസ്ക്രീം മാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുമ്പത്തെ പാർട്ടിൽ നമ്മുടെ ഇവിൽ നൺ, അതായത് ഐസ്ക്രീം മാൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിൽ നൺ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർ മാഡലിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആക്കും ഗീസ് നമ്മൾ എന്നാണ് പറയുന്നത്. എന്താണ്? ഐസ്ക്രീം മാൻ നല്ല ദേഷ്യത്തെയാണ് കേട്ടോ. എന്താ സ്വിച്ച് അമർത്തിയിട്ടുണ്ട്? എന്താണത്? സെക്യൂരിറ്റി സിസ്റ്റം. അവിടെ വാനിൻ്റെ ഡോർ ഒരു അടഞ്ഞെന്ന് പറയാൻ വന്നായിരുന്നു. നമ്മളാണോ അത് അടച്ചത്? നമ്മളാണെന്ന് തോന്നുകയാണ്. നമ്മുടെ ചാർലി പറയാണ് ഇനി ഒരു സ്റ്റെപ്പും കൂടെ എടുത്ത് വെച്ചാൽ ചാർലിയുടെ കാലങ്ങ് ഊരി പോകുന്നു. ഓക്കെ, മൈക്ക് പറയാണ് നമ്മൾ ഇങ്ങനെ സെക്യൂരിറ്റി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടേന്ന്. മൈക്കിന് എന്തോ ഒരു നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. 3 ജനറേറ്റർ ഉണ്ട് ഗൈസ്. നമ്മൾ അത് ഡിസേബിൾ ആക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ഒരു വോക്കി ടോക്കി ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഇതാണ്. ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജെ പറയാണ് ഗൈസ് നീ ഇങ്ങനെ ഈ ആക്രയൊക്കെ പറക്കണോണ്ട് ഒരു ഉപയോഗം ഉണ്ടായെന്ന് പറയുകയാണ്. പാവം ചാർലി, പാവം മൈക്കിനെ മൈക്കിളിനെ നമ്മൾ എന്തോ ചെയ്തു ഗൈസ്. ഓക്കെ, ഇത് നല്ല ലെങ്തി വീഡിയോ ആണ് ഗൈസ്. കാരണം ഇവിടെ നമുക്ക് കുറച്ചധികം പണിയുണ്ട് ഗൈസ്. ആദ്യം തന്നെ ഞാൻ പേരെന്തായിരുന്നു? ജോസഫിൻ്റെ കോട്ടേജിലാണ് ഗൈസ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഓക്കെ, നമുക്കെന്താണ് മുകളിലോട്ട് പോവാം ഗൈസ്. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇത് അടച്ചോ ഗൈസ്? ഇത് എല്ലാം അടച്ചിട്ടുണ്ട് കേട്ടോ പയ്യൻ. എന്താണ്? ഓക്കെ, അതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ലെന്നാണ് പറയുന്നത്. നമ്മൾ നേരെ ആ ലിഫ്റ്റിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ട്.
ഇതെന്താണ്? ഓക്കെ, നമ്മുടെ ഐസ്ക്രീം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ട്രാപ്പൊക്കെ ഇടണമെന്ന് പറയുകയാണ്. എടാ ഇവളിനൻ അവരെ മോൻ്റെ ഫാക്ടറിയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഫൈനലി പിന്നെ ഈ തള്ളയും കൂടെ കാണുക ഗൈസ് നമുക്ക് പണിയായിട്ട്. നമ്മളെ കണ്ട് ഗൈസ്. അയ്യോ ഓടറാ. എടാ അയ്യോ ഓടി വരുന്ന ഗൈസ്, ഭയങ്കര സ്പീഡ് ഗൈസ്. നമ്മൾ ഇവലിനണ്ണിൻ്റെ 2-3 എസ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക ഗൈസ്. നമുക്കൊരു 2-3 എസ്കേപ്പും കൂടെ ചെയ്യാനുണ്ട്. അത് ഈ ഐസ്ക്രീം സീരീസ് കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും. ഓക്കെ, ഇതെന്താണ്? എന്തെങ്കിലും ഓർഡർ ഉണ്ട് ഗൈസ്. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് പറ്റൂല ഗൈസ്. ഇതെന്താണ്? WC വാഷ്റൂമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതെന്താണ്? ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇതെന്താണ്? നമ്മുടെ സൈഡിലൊക്കെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്, നമ്മുടെ ജോസഫിൻ്റെ കോട്ടേജ്. ഈ വാൾഡ്രോപ്പിൻ്റെ അതൊന്നും ഇല്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ആൾക്കാരെ വിളിക്കുകയാണ് ഗൈസ്. ജനറേറ്ററിൻ്റെ ഇങ്ങോട്ട് ആദ്യത്തെ ജനറേറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാണ്. ഓക്കെ, ക്രോക്കോഡൈലുണ്ട് ഗൈസ്. ക്രോക്കോഡിൽ ഗൈസ്. ഇതെന്താണ്? എന്താണ്? ഗൈസ് റോഡെന്ന് എഴുതിയിരുന്നതാണ് ഗൈസ്. ഗൈസ് മുകളിൽ എന്തോ ഒക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഹിന്ദി ഉണ്ട്. അതിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്. ഒരു ക്രോക്കോഡിൽ എഗ്. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് വയ്ക്കണമായിരിക്കും ഗൈസ് മിക്കവാറും. ഗൈസ് അതുകൊണ്ട് ഇവളിനോട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇവളിനോട് അങ്ങോട്ട് പോട്ടെ. ഇതെന്താണ് ഗൈസ്? അവിടെ എന്തോ ചെയറൊക്കെ കിടപ്പുണ്ട്. എന്താണ് ഇവിടെ? ഓ ഗൈസ്, നമ്മുടെ ക്രോക്കോഡൈൽ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിന്നെയും കുറച്ചും കൂടെ എഗ്സ് കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. നമുക്ക് ഓരോ എഗ്ഗ് വെച്ച് കണ്ടുപിടിക്കാം ഗൈസ്. ഇവിടെ ഒരു മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ മുട്ടയും കൂടെ കൊണ്ട് അവിടെ വെക്കാം. നമ്മുടെ ക്രോക്കോഡിൽ ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ, ക്രോക്കോഡിൽ പോട്ട് ഗൈസ്, അല്ലെങ്കിൽ നമ്മളെ കടിച്ച് തിന്നും. ഈ മുട്ട പുഴുങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്, പുഴുങ്ങാൻ പറ്റിയായിരുന്നു നമുക്ക് തിന്നായിരുന്നു ഗൈസ്. എങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു ഗൈസ്. നമുക്ക് നമ്മുടെ വിശപ്പ് മാറ്റാം. പുളിമുട്. ഓക്കെ, ഇവളിനെ കാണുന്നില്ല ഗൈസ്. പക്ഷെ എന്തോ മ്യൂസിക് ഇത്തിരി ഹാർഡാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതെന്താണ്? കീ ഹോൾ. ഇവിടെ എന്തോ കീ നമുക്ക് വെക്കണം. അവിടെ ഒരു വാൾഡ്രോപ്പ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ക്രോക്കോഡിൽ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പോയെന്ന് പറഞ്ഞോളൂ ഗൈസ്. നമുക്ക് ഈ മുട്ട ഇവിടെ വയ്ക്കാം ഗൈസ്. ഓക്കെ, ഈ എഗ്ഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുമോ? അയ്യോ, പക്ഷെ എടുക്കാൻ നോക്കിയപ്പോൾ എന്നെ അടിച്ച് കൊന്നു ഗൈസ് നമ്മുടെ ക്രോക്കോഡിൽ. സങ്കടമായി ഗൈസ്, എനിക്ക് പെരുത്ത സങ്കടമായി. ഓക്കെ, പിന്നെ ഇതിലൊരു നല്ലൊരു കാര്യം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നല്ലൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ കളിച്ചത് വെച്ച് നമുക്ക് ബാക്കി കളിക്കാൻ പറ്റും. അത് നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഈ എഗ്ഗ് നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, നമ്മൾ എല്ലാ എഗ്ഗും വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയി ആ കീ എടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മുടെ ക്രോക്കോഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ കീ എടുക്കാം ഗൈസ്. ഇതെടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഈ സൈഡിൽ നമ്മൾ ഇത്തിരി മുമ്പ് പോയപ്പോൾ അവിടെ ഒരു കീ ഇടണമല്ലോ ഗൈസ്. ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഇതെടുത്തിട്ട് നേരെ അവിടെ കൊണ്ട് ടൈറ്റ് ചെയ്ത് നോക്കാം. അതായത് അവിടെ കൊണ്ട് കുത്തി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ ഇത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് നടക്കുന്നത്? നമുക്ക് ഫ്രോസ്റ്റി കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ ബാക്കിലുള്ള ഡോറ് തുറന്നു ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വെയർ ഹൗസ് മറ്റേ അവിടെ പോയി ഇങ്ങോട്ടാണല്ലേ റോഡ് സെൽവ മുതലുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ ഇവിടെ ഗണ്ണും കാണുന്നില്ല ഗൈസ്. നമുക്ക് ആ റൈഫിൽ ഇപ്പോൾ ആവശ്യമുണ്ട് ഗൈസ്. ഈ ഇതെവിടെ പോയിരിക്കുന്നു ഗൈസ്? നമുക്ക് ജെയിനെ എവിടെ തപ്പിയെടുക്കാം. ഇവിടെ ഗൈസ് അതുകൊണ്ട് അവിടെ പോയവൻ ചുമ്മാ നിൽക്കുന്നു. ആ കള്ള
ഈ എടാ ഇവിടെ ഇവളിലുണ്ടാ നിന്നെ പിടിച്ചാൽ തിന്നും. ചുറ്റിയിലെടുത്ത് തലക്കിട്ട ഒരു കൊട്ട് തരും. ഓക്കെ നമുക്കിത് നേരെ കൊണ്ടുപോയി എന്താണ് എഗ്ഗ് ഈസ്റ്റർ എഗ് ഹണ്ട് എന്താണ് എന്തായാലും ചുമ്മാ ഇരിക്കട്ടെ കഴിച്ചത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഇത് കൊണ്ടുപോയി നമ്മൾ എനിക്ക് തോന്നുന്നത് നമുക്കിപ്പം അതിൻ്റെ അകത്ത് വെഹിക്കിൾ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചിരുന്നു. ഓക്കെ അപ്പോൾ നമുക്ക് മിക്കവാറും ഈ റോഡിൻ്റെ വണ്ടി എടുക്കണം. ഈ ഗരേജ് തുറക്കണമെങ്കിൽ ഇതടിച്ച് പൊട്ടിക്കണം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഗരേജ് തുറന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ അകത്ത് കയറാം. ഓക്കെ ഇതെന്താണ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ വണ്ടി ഓട്ടിക്കുന്നു. ഓ ഗീസ് അത് നല്ലൊരിതാണ് ഗീസ്. നമ്മളാണ് ഈ വണ്ടി ഓട്ടിക്കുന്നത്. ചാർലി നമ്മളെ വണ്ടി കയറാൻ പറയും. എടാ ചാർലി വണ്ടിയിലാണ് കയറാൻ പറഞ്ഞത്, അല്ലാതെ മരം കയറിയാണെന്ന് തോന്നുന്നു. പാറക്കല്ലെല്ലാം സൈഡ് മതിലില്ല. നമുക്ക് പിന്നെ അതുവഴി അങ്ങ് പോയാൽ പോരെ. ഓ അത് കണ്ട റോഡൊക്കെ ഇതാണ് പണിയിട്ട് തിന്നത്. ഓക്കെ നമ്മളെ ഐസ്ക്രീം 7 മറ്റേ ടൗണിലെ സ്റ്റോറേജ് റൂം പോയപ്പോൾ അവിടെ ഇത് കണ്ടായിരുന്നു ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് റോഡൊക്കെ ഇതായിരിക്കും ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ എല്ലാത്തിലും വെടി വെക്കണമെന്ന് തോന്നുന്നുണ്ട് ഈ എല്ലാ എക്സിലും നമ്മളെ വെടി വെക്കണം ഈ. ഓക്കെ ഇതിൻ്റെ ഇടയിൽ മിനി റോഡ്സ് ഒക്കെ ഉണ്ടോ ഈ? ആരും ഇല്ല വീട്ടിൽ ഇവിടെ. നമുക്ക് സിമ്പിളായിട്ട് എല്ലാം അടിച്ച് പൊട്ടിക്കാം. ഇതിൻ്റെ അകത്ത് ഐസാണ് മിനി റോഡ്. എടാ ഇതിൻ്റെ അകത്ത് ഐസാണ് വരുന്നടാ. ഓക്കെ അവിടെ ഓക്കെ അവർക്ക് ഒരു കട കൊടുക്കായിരുന്നല്ലേ മറന്നുപോയി. ഇങ്ങനെ നമുക്ക് എല്ലാ സൈഡും നമുക്ക് ഒന്ന് എല്ലാം പൊട്ടിക്കാൻ കഴിയും. പിന്നെ എക്സ് കാണുന്ന എല്ലാം അവിടെയും പോയി വണ്ടി നിൽക്കും കഴിയും. അങ്ങനെ നമ്മളെല്ലാം അടിച്ച് പൊട്ടിക്കണം. അപ്പം നമുക്ക് നേരെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. കളി നമ്മുടെ കളി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. മൈക്ക് നല്ലോണം ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൈക്ക് പ്രോ ഡ്രൈവറായി. ഓക്കെ ഐസ്ക്രീം 8 ഫൈനൽ എൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇത് ഓഫായിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ജനറേറ്റർ. ഓക്കെ ഇവിടെ ചെക്ക് പോയിൻറ്റ് സേവ് ആയിട്ടുണ്ട്. ഓക്കെ അതെന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് അത് വലിയൊരു പ്രശ്നമായെങ്കിൽ. ഇതുകൊണ്ട് നമുക്ക് നേരെ പിന്നെ അടുത്ത് നമ്മുടെ ലബോറട്ടറിയിൽ പോകാം ഗീസ്. ഓക്കെ അവിടെ നമ്മൾ പിന്നെ ഇത് പോയി കണ്ടുപിടിക്കും ഗീസ്. നമ്മളിപ്പം ചാർലിയാണെന്നാണ് ഗീസ് തോന്നുന്നത്. ഗീസ് നമ്മൾ ചാർലിയാണ്. എല്ലാവർക്കും ഭയങ്കര ഹൈറ്റ് ഗീസ്. അമ്മേ ഇവിളിലെണ്ണൊന്ന് ഫ്രണ്ട് നിൽക്കുകയാണ്. ഇവിളിലെണ്ണിനെ കാണുമ്പോഴേ നമ്മുടെ ക്യാമറ ഒന്ന് നല്ലൊരു കുലുക്കം വരുന്നു. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് ഞാൻ അങ്ങൊന്ന് കറങ്ങി വരണ നേരം ഗൈസ് ഞാൻ ഇവിടെ എവിടെയോ ആയിട്ട് സൈൻ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ് ലബോറട്ടറി എവിടെയാണെന്ന്. ഇതെന്താണ് ഇത്? ഇതെന്താണ്? കിച്ചൺ ആൻഡ് ലബോറട്ടറി മുകളിലോട്ട്. ഓക്കെ ഇതുവഴി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിച്ചണിലെ ലബോറട്ടറിയിലും എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇതെവിടെയെന്ന് മനസ്സിലായോ? നമ്മൾ ഐസ്ക്രീം 7 നമ്മുടെ മാറ്റി ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. 7 തന്നെയാണ് ഗീസ് അത്. ഇല്ല ഗീസ് ഐസ്ക്രീം 6 ആണ്. 6 മാറ്റി ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഗീസ് ഇത്. ഓക്കെ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക ഗീസ്. അതെന്താണ് മാറ്റി ആൻറ്റി ഉണ്ട് ഗീസ്. പക്ഷേ മാറ്റി ആൻറ്റിയുടെ ബോഡിക്കൊന്നും പറ്റി കേട്ടോ. ഗുഡ്. ഓ മാറ്റി ആൻറ്റിയുടെ വായിൽ ക്യാമറയാണോന്ന് അറിയത്തില്ല. അതോ മറ്റേ വായിൽ നിന്ന് നമ്മളിങ്ങനെ തുപ്പും ആ സാധനമാണോന്ന് അറിയത്തില്ല. അതാ വായിൽ നിന്ന് അത് തന്നെ ഗൈസ്. ഇതെന്താണ് ഇവിടെ? സയൻസ്. ഓക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ ഈ ഫോർം മീൻസ് ഈ ഇൻഗ്രീഡിയൻറ്റ് തെറ്റിച്ച ഗൈസ് മാറ്റി ആൻറ്റി ഷോർട്ട് സർക്യൂട്ട് ആവുമെന്നൊക്കെ. ഓക്കെ അതെന്തായാലും നല്ലൊരിതാണ്. നമ്മുടെ ഗൺ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അമ്മേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയത്. നമ്മൾ ചത്ത് ഗൈസ്. അത് കൊള്ളാം ഗൈസ്. റോഡും കൂടെ നമുക്ക് ഷോക്കടിച്ചുകൊണ്ട് റോഡും കൂടെ അവൻ്റെ നിന്ന് ഒരു ഷോക്കും കൂടെ വാങ്ങിച്ച്. അത് കൊള്ളാം കേട്ടോ.
അത് കിടക്കണ കിടപ്പ് കണ്ട ഗൈസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് ജനറേറ്റർ കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും വേറെ പരിപാടി ഇല്ല ഗൈസ്. ഇവിടെ എല്ലാം നമ്മൾ കഴിഞ്ഞ മാപ്പിൽ വന്നതാണ്. ഇതെന്താണ്? ഓക്കെ, ഇതാണ് മറ്റേ സ്ഥലം ഗൈസ്, നമ്മുടെ ലിസ് വന്ന് കിടന്ന സ്ഥലം. എല്ലാം അടുത്തടുത്താണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നമുക്ക് നേരത്തെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റൂലായിരുന്നു, ഇപ്പം എൻ്റർ ചെയ്യാൻ പറ്റും. എന്താണ്, എല്ലാവരും അപ്പം അടുത്തടുത്താണ് കിടന്നത് ഗൈസ്, കുറേ ഒട്ടും ദൂരത്തൊന്നുമല്ല. ഇവിടെ എന്താണ്, ഒരു കട്ട് സീനാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളിവിടെ ജനറേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമുക്കപ്പോൾ അടുത്ത പണി എന്തെന്ന് നോക്കാം ഗൈസ്. ഇവിടെ നമുക്ക് നമ്മുടെ ലിസ് ഇവിടെ, ഇതെന്താണ്, 2 സാധനം ഉണ്ടല്ലോ. ഓക്കെ, നമുക്കെന്തോ ഡിഷ് വാഷ് ഒരു 8 എഴുതിയിരിക്കണ ഒരു ബോട്ടിൽ വേണം. ഇതെന്താണ്? ഓക്കെ, നമ്മൾ ജെയിനെ വിളിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു സാധനം ലാബിൽ നിന്ന് എടുക്കേണ്ട ഒരു സാധനമുണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ജെയിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. 8 ഗൈസ് അതിൽ എഴുതിയിരിക്കുന്നത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജെ അതിപ്പോൾ കൊണ്ടുവരും. ജെ ഭയങ്കര സ്പീഡ് ഗൈസ്. നമ്മളെ പരിപാടി ഗൈസ്, നമുക്കൊരു സാധനം പോയി കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് കണ്ടുപിടിക്കാം. അവിടെ മാറ്റി ആൻറ്റിയുടെ അവിടെയാണ് ഇത് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഡിഷ് വാഷ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ മുകളിൽ കൊണ്ട് വയ്ക്കാം ഗൈസ്. നമ്മളെ ബാക്കിൽ ഒരു മിനി റോഡ് വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നമ്മൾ ലിസിനോട് അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ലിസ് അവിടെ ചെയ്യുന്നത്? ഇത് 2ഉം കൂടെ ഒഴിച്ചിട്ട് ആ ഫ്രണ്ടിൽ ആ മെറ്റൽ ഇത് നശിപ്പിച്ചോളാം ഗൈസ്. നമുക്കിത് ഹാക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു ബ്ലോ ടോർച്ചും നമുക്കൊരു ഒരു കോപ്പർ വയർ പോലത്തെ റോഡല്ലേ ഇത്. ഓക്കെ, നമുക്ക് ഈ 2 സാധനം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഗൈസ്. പിന്നെ ബ്ലോ ടോർച്ച് നമുക്ക് നമ്മുടെ ഗണ്ണുണ്ടല്ലോ ഗൈസ്, ഇലക്ട്രിക് ഗൺ, അത് വെച്ചാണ് എടുക്കാൻ പറ്റുന്നത്. നമുക്കിവിടെ എല്ലാം തപ്പാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോ ടോർച്ച് എടുക്കേണ്ട ഒരു പരിപാടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 2 ഉണ്ടാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മൾ അതിലോട്ടൊരു അടി കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കണാകത്ത സിമ്പിൾ കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ബ്ലോ ടോർച്ച് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അതിന് മുമ്പ് നമ്മുടെ അണ്ണൻ ഇവിടെ വരുമെന്ന് നമുക്ക് നോക്കണം. എന്നിട്ട് എനിക്ക് അണ്ണനൊരു വെടിയും കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മളെ ഒരു ഉണ്ട് ഗൈസ്. നമുക്കപ്പോൾ അതും കൊണ്ട് നമുക്ക് നേരെ ഇവിടെ ഈ കണ്ണിട്ട് അണ്ണനെ വിളിക്കാൻ നോക്കാം. ഓക്കെ, അവിടെ അണ്ണനെ കണ്ടില്ല. നമ്മൾ ബ്ലോ ടോർച്ച് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതെന്താണ് ഇങ്ങനെ വേക്കുന്നത്? ഓക്കെ, ഇവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റൂല ഗൈസ്. ഇത് നേരത്തെ ഒരു കട്ട്സീൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. റോഡ് ഒരു ഗണ്ണുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റോഡ്സ് ഗണ്ണെന്നാണ് അതിൽ പേര്. ഓക്കെ, ആ ഗണ്ണിൻ്റെ അകത്തുനിന്ന് ഐസ് വരും ഗൈസ്. മീൻസ് ഈ റോഡ് നമ്മൾ ഐസാക്കുമല്ലോ ഗൈസ്, അതേ പരിപാടിയാണ് അതും. അതുകൊണ്ട് റോഡിനിപ്പം നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല ഗൈസ്. അതായത് പിടിച്ചങ്ങ് വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്ലോ ടോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ കുറേ പെട്ടികളുണ്ട് ഗൈസ്. അതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് ഒരു കേബിൾ കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് അതും നേരെ കണ്ടുപിടിക്കാം. ഈ ബോക്സിൻ്റെ അകത്തു നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു 3-4 ബോക്സ് ഇവിടെ അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. നമുക്ക് നേരെ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈക്കിനോട് കൊടുക്കാം. എങ്കിൽ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഐ ബിക്കേം എ പ്രൊഫഷണൽ ഹാക്കർ. ഓക്കെ, മൈക്ക് നീ പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. നീ സെറ്റ് ചെയ്യാനൊക്കെ അത് എൻ്റെ സംശയം അതല്ല ഗൈസ്. ബ്ലോ ടോർച്ച് എന്തിനാണ്? ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കണം ഗൈസ്, അതാണ് ഗെയിം. ഓക്കെ, 2-1 സെറ്റാണ്. നാളിത് ഒരെണ്ണമെങ്കിലും ടോപ്പ് വരെ എത്തിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഓക്കെ, ഈ ജനറേറ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ നേരെ നമ്മുടെ അടുത്ത ജനറേറ്റർ, അത് മ്യൂസിയത്തിലാണല്ലേ ഉള്ളത്. നമുക്കത് പിന്നെ പോയി കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, അടുത്തത്
മ്യൂസിയം. ഈ മ്യൂസിയത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. കേസ് നമ്മളിപ്പോൾ ലിസ്സായിട്ടുണ്ട് കേസ്. അവിടെ ഇമോജി ഉണ്ടായിരുന്നു നമ്മുടെ ലിസ്സിൻ്റെ തല. നമുക്കപ്പോൾ നേരെ നമ്മുടെ മ്യൂസിയം കണ്ടുപിടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് താഴെ വഴി പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതേപോലത്തെ ഏരിയയിലൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട്സിൽ വന്നിട്ടുണ്ട്. ഐസ്ക്രീം 6 ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ജെ ആയിട്ട് കളിച്ചു, അല്ല ഐസ്ക്രീം 5 ആണ് ഗൈസ്. നമ്മൾ ജെ ആയിട്ട് കളിച്ചപ്പോൾ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടല്ല, ഇതിൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്ത് എവിടെ ആയിട്ടുണ്ട്. നമ്മളവിടെ സൈൻ ബോർഡിൽ നിന്ന് ഇപ്പം നമുക്ക് സ്ഥലം കൂടെ അറിയാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇത് ഇവിടെ ആയിട്ട് ഇവിടെ നമുക്ക് മുകളിൽ വഴി കയറാം ഗൈസ്. ഇവിടെ ഒരു ലാഡർ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെന്താണ് വെൻ്റ് ഗൈസ്? എന്തോ വെൻ്റൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ വഴി പോവാം ഗൈസ്, അങ്ങോട്ട് പോവാം. എൻ്റെ മുകളിലോട്ട് ആദ്യം പോവാം ഗൈസ്. അവിടെയാണ് നമ്മൾ മുമ്പൊക്കെ അതുവഴിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്താണിത്? ഓക്കെ, ഇത് മൊത്തം അടച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മിക്കവാറും ഇപ്പം നമ്മൾ കണ്ട വെൻ്റ് വഴിയായിരിക്കും പോകേണ്ടത്. ഓക്കെ, നമ്മൾ വെൻ്റിൻ്റെ അകത്ത് എൻ്റർ ആവുകയാണ്. ഓക്കെ നമ്മൾ ലോഡിങ് സ്ക്രീൻ ആവണേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇത് നമ്മുടെ മൈക്കിനെ രക്ഷിച്ച സ്ഥലമല്ലേ ഗൈസ്. നമ്മളെല്ലാം അവിടെയും വന്നിട്ടുണ്ട്. ഗൈസ് പിന്നെ ലോഡിങ്, ഇതെന്താണ്? ഓക്കെ ഗൈസ്, ബോറസ്. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു പ്രശ്നമാവും ഗൈസ്. ഇവൻ ഒരു കാലേ ഉള്ളൂ ഗൈസ്. നമ്മൾ ബാക്കിയെല്ലാം അടിച്ചൊടിച്ചിട്ടുണ്ട്. ഒരു കാലേ ഉള്ളൂ. പാവം വയ്യല്ലേ ഗൈസ്. നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അടിച്ച് കൊന്നതല്ലേ ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് തള്ളിയിട്ട് കൊന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളെ ബോറസ് അടിച്ചവിടെ ഇടും കേട്ടോ, അതെല്ലാം ഒരു സീനാണ്. ഇതെന്താണ്? ഓക്കെ, ഇവൻ ഭയങ്കര സ്പീഡ് ഗൈസ്. നമ്മളെ പുറകെ അങ്ങ് ഓടിയ വരെയാണ്. ഇതെന്താണ്ടാ? ജങ്ക്. ഇത് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല ഗൈസ്, ജങ്ക് പിൽ. ഓക്കെ, നമുക്ക് പിന്നെയാണ് എടുക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ റൂം കണ്ടുപിടിക്കണം ഗൈസ്. അവിടെയാണെന്ന് തോന്നുന്നു ഗൈസ് മിക്കവാറും. കാരണം നമ്മുടെ ബോറസ് അവിടെയാണ് കുറേ നേരം കൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവനൊന്ന് പറ്റിച്ച് അങ്ങോട്ട് കയറി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഫൈനൽ നമ്മുടെ ജനറേറ്റർ ഇരിപ്പുള്ളത്. അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇതിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചധികം പണി കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഹൈഡ്രോളിക് ജാക്ക് വേണം. ഹൈഡ്രോളിക് ആണെന്ന് അറിഞ്ഞൂടാ, ഒരു ജാക്ക് വേണം ഗൈസ്. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്രതിമ പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്, അത് വേണം. നമ്മളിതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയില്ല ഗൈസ് ഒരു മൈക്രോവേവ് ഗൺ, അതും ഇവിടെ എവിടെയെങ്കിലും കാണാം. അതും നമുക്ക് ഓക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് അപ്പോൾ അതിൻ്റെ പണി തുടങ്ങാം. ആദ്യം തന്നെ അമ്മേ ഇങ്ങോട്ട് വന്ന് ഗൈസ്. ഇതിൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റില്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമ്മുടെ ഇൻട്രോഡർ എന്ന് പറഞ്ഞ എല്ലാ എണ്ണം കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയാണ്. ഇതൊരു പ്രശ്നമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ തപ്പിയെടുക്കാം. ഇവിടെ വഴിയില്ല, മുടിയായിട്ട് കുറേ എണ്ണം വന്നാലും നമുക്ക് അപ്പുറത്തൊന്ന് കയറാം ഗൈസ്. എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള ഒരു സാധനം കണ്ടിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേസ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മൈക്രോവേവ് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല കേസ്, വേറൊരു സാധനം കൂടെ കിട്ടട്ടെ കേസ്. നമ്മളൊരു ഈ ജങ്കെല്ലാം ഇതാക്കുമ്പോൾ നമുക്കൊരു മിനി റോഡിൻ്റെ ഓക്കെ നമുക്ക് കിട്ടി കേസ്. നമുക്കൊരു മിനി റോഡിൻ്റെ കോസ്റ്റ്യൂം വേണമായിരുന്നു കേസ്, എങ്കിൽ പിന്നെ നമ്മൾ ആരും തിരിച്ചറിയത്തില്ല കേസ്. ഓക്കെ, ജങ്കിൻ്റെ അകത്തുനിന്ന് അത് കിട്ടും കേസ്. ഓക്കെ, അതും നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അമ്മേ കേസ് ഇങ്ങോട്ട് കയറിയെന്ന് കേസ്. പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലുള്ള ഇത്രയും ഒന്നേന്ന് കളിക്കണം കേസ്. അപ്പം ഞാൻ അതൊന്നും കൂടെ ഒന്ന് കളിക്കട്ടെ. ഓക്കെ, അപ്പോൾ കുറേ മിനി റോഡിനെ വെച്ചാണ് കേസ് നമ്മുടെ ബോറസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിൽ തന്നെ ഒരു 3 മിനി റോഡിനടുത്തിരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ മാസ്ക് കിട്ടിയിട്ടുണ്ട്, ഇതും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലടേ, ബഗ്ഗായി പോയെന്ന് തോന്നുന്നു കേസ്. ഇവിടെ എല്ലാം തപ്പി കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒരു എഗ്ഗും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ എഗ്ഗിൻ്റെ ഉപയോഗം എന്താണ് കേസ്? നമുക്കിപ്പോൾ 2 എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫ്രോസ്റ്റി കോയിൻ ഇവിടെ ഉണ്ട് കേസ്.
ഒരു എഗ്ഗും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ വന്നതാണ് ഈസ്. എഗ്ഗ് കിട്ടി ഈസ്. ഒന്നും നടന്നില്ലല്ലോ ഈസ്. ഇത് ആളെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എഗ്ഗാണ് ഈസ്. പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല. ഓക്കെ, എവിടെ പോയി ഈസ്? നമ്മൾ ആ സ്റ്റാച്ചുവും പിന്നെ നമ്മുടെ ഒരു സാധനവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ എവിടെ പോയോ എന്തോ. ഓക്കെ, ഇവിടെ എന്താണ്? ഓക്കെ, നമുക്ക് നമ്മുടെ ഇത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരിതാണ്. ഓക്കെ, നമ്മുടെ ചൈൽഡിൻ്റെ സ്റ്റാച്ചു അവിടെ നിന്ന്, സ്റ്റാച്ചു അല്ല ഗൈസ്, ഒരു കബോർഡ് പോലത്തെ ഒരു സാധനത്തിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് അവിടെ നിന്ന് കിട്ടി. നമ്മുടെ മോട്ടറലൈസ്ഡ് അങ്ങനെ എന്താണ് ഗൈസ് പേര്. അങ്ങനത്തെ ഒരു ഹൈഡ്രോളിക് ജാക്കും കൂടെ ഉണ്ട്. അതും നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മൾ ചാർജൊക്കെ ചെയ്യണം. നമുക്ക് നേരെ ചാർജ് ചെയ്യേണ്ട സ്ഥലത്തോട്ട് കൊണ്ട് വയ്ക്കാം. നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ വെച്ചാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തത്. നമ്മുടെ ഒരു എന്തിൻ്റെ ഗൈസ്, മൈക്രോവേവ് ഗണ്ണ് അങ്ങനെ എന്താണ് പേര്, അങ്ങനെ എന്തായിരുന്നു ഗൈസ് ആ പേര്. ആ ഗണ്ണിൻ ഇവിടെ വെച്ചാണ് അതിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തത് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് മറ്റാളും കൂടെ വേണം ഗൈസ്. പിന്നെ നമുക്ക് 2 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അതിൽ ചാർജ് കയറ്റാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ്. ഈ ഒരു സൈനും കൂടെ നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. അയ്യോ ഗൈസ്, അത് ഭയങ്കര അടുത്തായിരുന്നു ഈ സൈൻ. ഇവിടെ ഇങ്ങോട്ട് അമ്മേ ജസ്റ്റ് ഇപ്പം അവൻ്റെ തലക്കിട്ട് തന്നെങ്കിൽ. അവന് കാലില്ലാത്ത നന്നായി ഗൈസ്. കാലില്ലാതെ തന്നെ അവൻ ഇത്രയും സ്പീഡിൽ ഓടുന്നു. അപ്പോൾ കാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടില്ല ഗൈസ്. ഓക്കെ, ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പണിയൊക്കെ ചെയ്യണം. നമുക്ക് പോയി നമ്മുടെ മിനി റോഡിൻ്റെ ഹെഡ് എടുത്തിട്ട് വരാം ഗൈസ്. അതിവിടെ ചാർലിക്ക് കൊടുത്തിട്ട് വേണം. അവൻ സേഫ് ആയിരിക്കും ഗൈസ്, പക്ഷെ നമ്മൾ സേഫ് അല്ല. ഓക്കെ, അത് പോയി നമുക്ക് എടുത്തിട്ട് വരാം. ഇതിന് മുമ്പ് ഗൈസ് നമ്മുടെ മൈക്രോവേവ് ഗണ്ണ് നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് ഗൈസ്. ഇത് നമ്മൾ നമ്മുടെ ജെയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് പോയി ആ മിനി റോഡിൻ്റെ കോസ്റ്റ്യൂം എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂം എടുത്ത് നമ്മൾ തലയ്ക്കോട്ടങ്ങ് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോറസ് നമ്മളെ കാണൂല ഗൈസ്. എന്നിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ചാർലീനെ കൊണ്ട് മുകളിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ചാർലീനെ കൊണ്ട് മുകളിൽ പോയിട്ട് കാണാം ഗൈസ്. കാരണം അത് വലിയൊരു പ്രശ്നമാണ് ഗൈസ്. അത് നമ്മൾ പയ്യെ പോകണം ഗൈസ്. അപ്പോൾ നമുക്കത് റെഡിയാക്കാം ഗൈസ്. അപ്പോൾ ചാർലീനെ കൊണ്ടുവന്ന് ഇത് നമ്മൾ ബ്രേക്കറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇതെന്താണ്, ഇവ എങ്ങനെ പോവും? മാഞ്ഞു പോവോ? ഓക്കെ, ആ വിദ്യ എനിക്കും കൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഗൈസ്, എനിക്കും കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടാതെ അങ്ങ് എത്തായിരുന്നു ഗൈസ്. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ മൈക്കിനോട്ട് കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റായല്ലോ. പിന്നെ എന്താണ്? ഓക്കെ, ഇവിടെ നമ്മൾ ഇറങ്ങണം ഗൈസ്. ഇവിടെ സ്പ്രേ പെയിൻ്റ് അടിച്ച് ചെയ്താണ് ഗൈസ് ഇത്തിരി മുമ്പ് കേട്ടത്. ഓക്കെ, നമ്മുടെ ബോറസ് ഓടി വരെയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അകത്ത് കയറണം. ഓക്കെ, നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ചാർലി കുനിഞ്ഞിട്ട് നോക്കുകയാണ് ഗൈസ്. ഓക്കെ എന്ന് പറയാണ്. നമ്മുടെ മൈക്ക് ബട്ടൺ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് വിളിച്ചിട്ടുണ്ട്. ജെ ഭയങ്കര ധൈര്യശാലിയാണ്. ജെയും അത്യാവശ്യം ധൈര്യശാലിയാണ്, പക്ഷെ മൈക്കാണ് ഇത്തിരിയും കൂടെ. ഓക്കെ, ജെ വെടിവെച്ചിട്ട് പ്രതിമയുടെ കയ്യിലെടുത്ത് കൊടുത്ത് ഗൈസ് ആ തോക്ക്. അത് നല്ലൊരിതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ബോറസ് ഒന്ന് ഇടിക്കുമ്പോൾ 2 കൂടെ പൊട്ടിത്തെറിയും ഗൈസ്. ബോറസിൻ്റെ തലയൊക്കെ ചെന്നം പിന്നെ മൊത്തം പോയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ഓക്കെ, എല്ലാ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം പോയിട്ടുണ്ട് ഗൈസ്. സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ കോയിൻസ് നമ്മൾ എത്ര എടുത്തെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതിൽ 2 എസ്കേപ്പ് ഉണ്ട് കേട്ടോ. എക്സ്ട്രാക്ഷൻ റൂം എസ്കേപ്പ്, അവിടെ നമ്മൾ കുറച്ചും കൂടെ കളിക്കണമെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മുടെ വാൻ എസ്കേപ്പ്, നമ്മുടെ എക്സ്ട്രാക്ഷൻ റൂമിലെ എസ്കേപ്പ് അടുത്ത വീഡിയോ വരാം ഗൈസ്. കാരണം ഇതിലിപ്പോൾ ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ് ഗൈസ്. അതെന്തായാലും ചെക്ക് പോയിൻ്റ് ഉള്ളത്, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നേന്ന് മൊത്തം കളിക്കേണ്ടി വന്നു ഗൈസ്. മൈക്ക് ഭയങ്കര സ്പീഡിയാണല്ലോ വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത്. ഓക്കെ, അവര് ഒരുമിച്ച് എസ്കേപ്പ് ആയെന്നൊക്കെ പറയാണ് ഗൈസ്. മൈക്ക് എല്ലാവരും രക്ഷപ്പെട്ട ശബ്ദത്തിൽ പോലെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ്. ലിസ് പറയാണ് ഗൈസ് മൈക്ക് എന്തൊരു ധൈര്യശാലിയാണെന്ന്. മൈക്കാണ് ഗൈസ് എല്ലാ കാര്യത്തിലും ഈ
റിസ്ക് ഉള്ള കാര്യം എല്ലാം ചെയ്യുന്ന മൈക്കാണ്. മൈക്ക് ഇങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ പറയാണ്. എല്ലാവരും ചിരിക്കുകയാണ്. നടന്നു പോവാന്ന് പറയാണ്. Maybe you're just understanding things the way that they're not. Look up for that tree. We'll hit it. മരത്തിലിടിച്ചെന്ന് തോന്നുന്നു വണ്ടി. വണ്ടി മരത്തിൽ ഇടിച്ചു കിട്ടുമോ? ഓക്കെ മൈക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. ആർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഓക്കെ ആർക്കും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അവർ നടന്നു പോകുമെന്ന് പറയാണ്. ഇതിന് പുതിയൊരു എസ്കേപ്പും കൂടെ ഉണ്ട് ഗൈസ്. അതെല്ലാം അടുത്ത പാർട്ടി വരുന്നതായിരിക്കും. ഓക്കെ എന്താണ് സൈഡിൽ റോഡിൻ്റെ മാസ്ക് ഉണ്ട് കേട്ടോ. റോഡിൽ നിന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ റോഡ് മാസ്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് പോവുകയാണ് ഗൈസ്. എങ്ങോട്ടാണ് ഈ ഒരു പോകുന്നത്? നമുക്ക് പിന്നെ എക്സ്ട്രാക്ഷൻ റൂമിൻ്റെ ഒരു എസ്കേപ്പ് ഉണ്ട്. അത് അടുത്ത ദിവസത്തെ വീഡിയോയിലോട്ട് വരും. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ബാക്കി ഇങ്ങനെ നമ്മുടെ റോഡ് ഇങ്ങനെ കാണുകയാണ് നമ്മൾ എസ്കേപ്പ് ആയതിനൊക്കെ പറ്റി. ബാക്കി കുറെ ചപ്പി കിഡ്സ്, അതായത് നമ്മളെ പോലെ തന്നെ വേറെ കുറെ കിഡ്സ് ഉണ്ടല്ലോ, അവർ ആ പിങ്ക് റൂം അതായത് എക്സ്ട്രാക്ഷൻ റൂമിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം അൺലോക്ക് ചെയ്തപ്പം ഈ ഡോറും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ അതിൻ്റെ എസ്കേപ്പ് നമ്മൾ പിന്നെ ചെയ്യാം. ഓക്കെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഗൈസ്. എന്നിട്ട് ഇത്രയും പണി അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് ചിരിച്ചിട്ട് പയ്യെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് നാളെയോ എപ്പോഴെങ്കിലൊക്കെ കാണാം ഗൈസ്.